Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ക്യൂ മോഡിഫയറിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ ആദ്യം ഒരു ബോക്സ് വരച്ചു കൊടുക്കുകയാണ്. ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ബോക്സ് വരച്ചു കൊടുത്തു. ഞാനിപ്പോൾ അവിടെ ലെങ്ത് സെഗ്മെന്റ്, വിഡ്ത് സെഗ്മെന്റ്, ഹൈറ്റ് സെഗ്മെന്റ് ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് 1 ആണ് വന്നിട്ടുള്ളത്. സെഗ്മെന്റിന്റെ എണ്ണം കൂടുതൽ കൊടുത്താൽ മാത്രമേ നമുക്ക് മോഡിഫയർ ചെയ്തത് കാണാൻ പറ്റുള്ളൂ. വിസിബിൾ മോഡിഫയർ യൂസ് ചെയ്തിട്ട് വിസിബിൾ ആവണമെങ്കിൽ സെഗ്മെന്റ്സിന്റെ എണ്ണം കൂടുതൽ കൊടുക്കണം. അല്ലെങ്കിൽ മാത്രമേ ആ സെഗ്മെന്റ് വെച്ചിട്ട് മോഡിഫയർ ടൂളിന് മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ മോഡിഫൈ ടൂൾ എടുത്തു. സെഗ്മെന്റിന്റെ എണ്ണം കൂട്ടാണ്ട് മോഡിഫൈ ടൂൾ എടുത്തു. അതായത് പ്ലസ് ഐക്കൺ തൊട്ട് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ ടൂൾ എടുത്തു. മോഡിഫൈ ലിസ്റ്റിന്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വന്നെങ്കിൽ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ മോഡിഫയർ ലിസ്റ്റ് മോഡിഫയർ ലിസ്റ്റിന്റെ അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് SKTW സ്ക്യൂ സ്ക്യൂ. അതിനുശേഷം നമുക്കിപ്പോ എമൗണ്ട് കണ്ട 0. അതായത് ആ മോഡിഫയറിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണോ, എമൗണ്ട്, ഡയറക്ഷൻ, ഏത് ആക്സിസിൽ നമുക്ക് ചെയ്യണം, എത്ര എഫക്റ്റിൽ, എത്ര ലിമിറ്റ് വരെ നമുക്ക് ചെയ്യണം, അതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഈ സൈഡിൽ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ബോക്സിന്റെ അവിടെ സെഡ് ആക്സിസിലാണ് ബെൻഡ് ചെയ്യിക്കുന്നത്. ബെൻഡ് അല്ല, സ്ക്യൂ ചെയ്യിക്കുന്നത് കാണാം. സ്ക്യൂ ചെയ്യിക്കുമ്പോൾ നമുക്ക് മാറ്റം വരുന്നത് കാണാം. എത്ര എമൗണ്ടിലാണ് ചെയ്യുന്നത്, അതായത് ബെൻഡ് മോഡിഫയർ യൂസ് ചെയ്ത് ബെൻഡ് മോഡിഫയർ യൂസ് ചെയ്യുമ്പോൾ ബെൻഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഇവിടെ ബെൻഡിന് പകരം സ്ലാൻഡ് ആയിട്ട് കിട്ടുന്നത്, അതായത് സ്ലോപ്പ് പോലെ. അതായത് ബേസ് സർഫസ് മൂവ് ചെയ്യാണ്ട് ഒരു ചെരിഞ്ഞിട്ട് നമുക്കിങ്ങനെ മൊത്തത്തില് ബോഡി മൊത്തം ചെരിക്കാൻ പറ്റും. അതിനാണ് സ്ക്യൂ യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്ക്യൂ യൂസ് ചെയ്തിട്ട് എത്ര എമൗണ്ടിലാണ് ചെയ്യേണ്ടത് അത് മാറ്റണമെങ്കിൽ എമൗണ്ട് മാറ്റി കൊടുക്കാം. ഏത് ആക്സിസിലാണോ, ഇപ്പൊ സെഡ് ആക്സിസിലാണ്, നമുക്ക് വൈ ആക്സിസിൽ വേണമെങ്കിൽ വൈ ആക്സിസ്, എക്സ് ആക്സിസ് വേണമെങ്കിൽ എക്സ് ആക്സിസ്, ഏത് ആക്സിസിൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഈ എമൗണ്ട് മാറ്റാണ്ട് ജസ്റ്റ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡയറക്ഷൻ മാറ്റാം. അതായത് 360 ഡിഗ്രിയിൽ കണ്ടോ. പോസിറ്റീവ് വാല്യൂ ആകുമ്പോൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും കണ്ടോ. ഇനി നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് രീതിയിൽ കണ്ടോ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ആ വാല്യൂ മാറ്റാണ്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്ഷൻ യൂസ് ചെയ്യാം. പിന്നെ ഡിഫറെന്റ് ആക്സിസ് നമുക്ക് സ്ക്യൂ എങ്ങനെയാണ് വരിക ചെക്ക് ചെയ്യണമെങ്കിൽ എക്സ് ആക്സിസ് ചെയ്യാം, വൈ ആക്സിസ് ചെയ്യാം, സെഡ് ആക്സിസ് ചെയ്യാം. അപ്പൊ ഈ ഓരോ ആക്സിസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് നമുക്ക് കാണണമെങ്കിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണം. അപ്പൊ സ്ക്യൂ എമൗണ്ട് ആഡ് ചെയ്തു, ഡയറക്ഷനും ആഡ് ചെയ്തു. ഇനി അപ്പർ ലിമിറ്റിൽ നമ്മൾ മാറ്റം വരുത്താതിരിക്കുക. ഇപ്പോൾ ലിമിറ്റ് എഫക്ട്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ടിക്ക് ഓൺ കൊടുത്താൽ ആദ്യത്തെ ഷേപ്പിലേക്ക് തന്നെ പോകും. ടിക്ക് ഓൺ കൊടുത്തു, ഒറിജിനൽ ഷേപ്പിലേക്ക് പോകും. പിന്നെ ഞാൻ അപ്പർ ലിമിറ്റ് പറഞ്ഞാൽ എവിടെ നിന്നാണ് സ്ക്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടോ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തു, പക്ഷെ നമുക്കൊരു ഡിഫറൻസും കാണാനില്ല എന്താണ് മാറ്റം വന്നുള്ളത്. അതിന് നമ്മൾ സെഗ്മെന്റ് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ബോക്സ് അല്ലേ വരച്ചുള്ളത്. ആ ബോക്സിന്റെ അവിടെ ഹൈറ്റ് സെഗ്മെന്റ് ആണ് സെഡ് ആക്സിസ് ഉള്ളത്. അപ്പൊ ഹൈറ്റ് സെഗ്മെന്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേണ്ട നമ്മൾ ചെയ്ത മാറ്റം വരുന്നുണ്ട്. അപ്പൊ സെഗ്മെന്റ്സ് കുറച്ച് ആഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്ത വ്യത്യാസം കാണാൻ പറ്റൂ. ഒരു 24 സെഗ്മെന്റ് കൊടുത്തു. ഇനി സ്ക്യൂവിൽ നമ്മൾ ചെയ്ത മാറ്റം, അതായത് അപ്പർ ലിമിറ്റ് ജസ്റ്റ് ഇൻക്രീസ് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മൾ വരുത്തിയ മാറ്റം ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ലോവർ ലിമിറ്റ് ഡിക്രീസ് ചെയ്താൽ ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ വീണ്ടും പോകാൻ പറ്റും കേട്ടോ. ആ ഷേപ്പ് മാറി ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ലോവർ ലിമിറ്റ് യൂസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒറിജിനൽ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. അപ്പർ ലിമിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതായത് ബെൻഡ് ഏതുവരെ ബെൻഡ് വേണമെന്ന് ഇപ്പൊ കണ്ട. ഈ ഒരു ഇത്രയും പോർഷൻ ഒറിജിനൽ ഷേപ്പാണ്. ഈ ഒരു ഓറഞ്ച് ലൈൻ കണ്ടില്ലേ ഇവിടെ, ഒരു അത്രയും ഇവിടുന്ന് ഈ ബോട്ടത്തിൽ നിന്ന് സെന്ററിൽ നിന്ന് ഈ ഒരു ലൈൻ വരെയാണ് സ്ക്യൂ എന്ന ഓപ്ഷൻ മോഡിഫയർ ആയിട്ടുള്ളത്. അതായത് സ്ക്യൂ മോഡിഫയർ ഇത്രയും പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ ആയിട്ടില്ല. അപ്പൊ ഏതുവരെയാണ് നമുക്ക് വേണ്ടത്, അതായത് മോഡിഫയർ ഏതുവരെ വർക്ക് ചെയ്യണം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും യൂസ് ചെയ്യുന്നത്, ലിമിറ്റ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്ക്യൂവിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് കണ്ട. സ്ക്യൂവിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഗിസ്മോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, സെന്റർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഗിസ്മോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നോക്കിയാ കണ്ട, ഈ നമ്മൾ വരച്ച ബോക്സിന് കവർ ചെയ്തിട്ട് ഒരു ബോക്സ് വരും. ഞാൻ ഈ വ്യൂ ഒന്ന് ജസ്റ്റ് വലുതാക്കുകയാണ് കണ്ടോ. അപ്പൊ നമ്മൾ വരച്ച ബോക്സിനെ കവർ ചെയ്തിട്ടൊരു വേറൊരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ബോക്സ് നമുക്ക് മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. ഞാനിപ്പോ ഫ്രണ്ട് വ്യൂ ഇട്ടു.
എന്നിട്ട് മൂവ് ചെയ്തു. മൂവ് ചെയ്യുമ്പോൾ ഈ ആക്സിസിൽ മൂവ് ചെയ്തപ്പോൾ ഒരു വ്യത്യാസം വന്നില്ല. ഇങ്ങനെ വൈ ആക്സിസിൽ മൂവ് ചെയ്തു കണ്ടോ, അപ്പോഴും ഈ ബോഡിക്ക് വ്യത്യാസം വന്നില്ല. ഇനി നമ്മൾ സെഡ് ആക്സിസിൽ മൂവ് ചെയ്യാം കണ്ടോ, സെഡ് ആക്സിസിൽ മൂവ് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടോ. കണ്ടോ, സെഡ് ആക്സിസിൽ മൂവ് ചെയ്യുമ്പോൾ വ്യത്യാസം വരും കേട്ടോ. അതായത് ഈ ഒരു ബോക്സിന്റെ ഉള്ളിലത്തെ ഷേപ്പില്ലേ, ആ ഷേപ്പിന്റെ അകത്ത് നമ്മൾ വരച്ച ബോഡി വരുമ്പോൾ ഈ ബോക്സിന്റെ ഉള്ളിലത്തെ ഷേപ്പ് ആയിട്ട് മാറ്റും. അതായത് ഇപ്പൊ ഈ റെക്ടാംഗിൾ ബോക്സ് ഞാൻ ഇപ്പൊ അടിക്കാക്കാണ്. അപ്പൊ അടിക്കാക്കുമ്പോൾ കണ്ട, ഈ റെക്ടാംഗിളിന്റെ ഉള്ളിൽ ഈ ഇതിന്റെ ബോഡി കവർ ചെയ്യുകയാണെങ്കിൽ ആ അത്രയും പോർഷൻ ഇതിന്റെ ഉള്ളിലേക്കാക്കും. അപ്പൊ ഈ ബോക്സിന്റെ ഉള്ളിൽ ചെരിഞ്ഞിട്ടുള്ള ഏരിയ അല്ലേ, അപ്പൊ ആ ബോക്സ് അടിക്കാക്കുമ്പോൾ ഈ ഇത്രയും പോർഷൻ ഈ ബോക്സിന്റെ ഉള്ളിലത്തെ ഷേപ്പ് ഈ യെല്ലോ കളറുള്ള ബോക്സിന്റെ അതിന്റെ ഷേപ്പ് ആക്കാൻ പറ്റും കണ്ട. നമ്മൾ വരച്ചിട്ടുള്ള അതിന്റെ അതിലൂടെ ആ ആക്സിസ് ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആ യെല്ലോ കളറിന്റെ ബോക്സിന്റെ ഷേപ്പ് ഏതാണോ അതിനനുസരിച്ച് ഷേപ്പ് നമ്മൾ വരച്ചിട്ടുള്ള ഷേപ്പ് ആക്കും. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ കേട്ടോ. അപ്പൊ യെല്ലോ ഔട്ടർ ഒരു ബോക്സ് കിട്ടും, ആ ബോക്സ് അതാണ് ഗിസ്മോ ബോക്സ്. ആ ബോക്സ് നമുക്ക് മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം കേട്ടോ. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുന്ന കാണാം കേട്ടോ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ ബോഡിക്ക് വീണ്ടും വ്യത്യാസം വരുന്ന കാണാം കേട്ടോ. കേട്ടോ, എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാം, ജസ്റ്റ് സ്റ്റാർ പ്രസ് ചെയ്യാം കേട്ടോ. സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാം, ഏത് രീതിയിലാണോ സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാം. ഞാനിവിടെ 2 ബോക്സ് വരച്ചിട്ടുണ്ട്. ആ 2 ബോക്സിനും സ്ക്യൂ കണ്ടുള്ള മോഡിഫയർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്തു. ആ ബോക്സിൽ സ്ക്യൂവിന് തൊട്ട് താഴെ ഗിസ്മോ സെന്റർ കൊണ്ട് 2 ഓപ്ഷൻ. സെന്റർ കൊണ്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൽ എവിടെ നിന്നാണോ സ്ക്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെയും പിവറ്റ് പോയിന്റ് ആയിരിക്കും സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. അത് പിവറ്റ് പോയിന്റ് പറഞ്ഞാൽ ഈ ബോക്സ് നമുക്ക് മൂവ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, സ്കെയിൽ ചെയ്യുക, അത് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് പിവറ്റ് പോയിന്റ്. ഈ ഒരു ബോക്സിന്റെ പിവറ്റ് പോയിന്റ് ബേസിന്റെ സെന്റർ പോർഷനിലാണ് ഓൾറെഡി ഉള്ളത്. അതേപോലെ ഈ ഒരു ബോക്സിന്റെയും ഈ ബോക്സ് സെലക്ട് ചെയ്യാൻ പറ്റാത്തത് ഇവിടെ സെന്റർ പോർഷൻ ഓൾറെഡി സെലക്ട് ആയി കൊടുക്കുന്നതുകൊണ്ടാണ്. സ്ക്യൂവിൽ ഗിസ്മോ സെന്ററോ സെലക്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പുറകോട്ട് പോകണം. ജസ്റ്റ് സ്ക്യൂ കൺട്രോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ബോക്സ് സെലക്ട് ചെയ്യാം. ഈ ഒരു ബോക്സിന്റെയും പിവറ്റ് പോയിന്റ് ബോട്ടത്തിലാണ്. അപ്പൊ അത് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെ നമുക്ക് സെന്ററിൽ നിന്നുള്ള എവിടെ നിന്നാണോ സ്ക്യൂ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ ഒരു ബോക്സിൽ ഞാൻ മാറ്റം വരുത്തുന്നില്ല. മാറ്റം വരുത്താൻ തന്നെ സ്ക്യൂ എമൗണ്ട് ഒരു 45 കൊടുത്തു വരിക. അപ്പൊ കണ്ട, ഈ ബേസ് മൂവ് ചെയ്തിട്ടില്ല, ബേസ് അവിടെ തന്നെ നിന്നു. ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ നിന്ന് തന്നെ സ്ക്യൂ സ്റ്റാർട്ട് ചെയ്തു. ബെൻഡ് ഓപ്ഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ബെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ആയിരിക്കും. കർവിന് പകരം ഒരു ചെരിഞ്ഞിട്ടുള്ള സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് കിട്ടിയത്, സ്ലാൻഡിങ് അടിച്ച പോലെ. ഇനി ഈ ഒരു ബോക്സ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ബോക്സിൽ ഞാൻ സെന്റർ ഓപ്ഷൻ ഞാൻ മാറ്റിയാണ്. അതായത് സെന്റർ ഓപ്ഷൻ മാറ്റാം. അതായത് പിവറ്റ് പോയിന്റ് നമുക്ക് ബോട്ടത്തിലാണ്. ആ ബോട്ടം മാറ്റി ഞാനിപ്പോൾ സെന്ററിലേക്ക് കൊടുത്തു. സെന്ററിലേക്ക് കൊടുത്താൽ ഇവിടെ ഉള്ള ഒരു പീസ് റെക്ടാംഗിൾ ആയിട്ടുള്ള ഒരു പീസ് ഇല്ലേ, അങ്ങനെ കുറെ റെക്ടാംഗിൾ പീസ് വെച്ചിട്ടാണ് ഒരു ഷേപ്പ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു റെക്ടാംഗിൾ പീസ് മാറില്ല. ഇവിടെ നിന്ന് മേലേക്കും ഇവിടെ നിന്ന് താഴേക്കായിരിക്കും സ്ക്യൂ ചെയ്യുക. അതായത് സ്ക്യൂ എമൗണ്ട് ഞാൻ 45 കൊടുത്തിരിക്കുക. ഇതിപ്പോ ഉള്ള ബേസ് പോയിന്റ് ഇവിടെ അല്ല, ഇതൊക്കെ മാറും. ഇത് കുറച്ച് ലെഫ്റ്റിക്കും മാറും, ഈ ഒരു പോർഷൻ കുറച്ച് ടോപ്പിക്കും റൈറ്റ് സൈഡിലേക്കും മാറും. അതായത് 45 കൊടുത്തിരിക്കുക. കണ്ടോ, ആക്ച്വൽ ഷേപ്പ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. ഇവിടെ ആയിരുന്നു ബോക്സ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും സ്ക്യൂ ആയി, ഇവിടെ നിന്ന് ഇങ്ങോട്ടും സ്ക്യൂ ആയി. ഇതിലെങ്ങനെയായിരുന്നു? ഇതിലെ ഷേപ്പ് ഏറ്റവും ആദ്യം ഇവിടെ ആയിരുന്നു. ഇവിടെ നിന്ന് ഈ ഒരു പോർഷൻ ലെഫ്റ്റിക്ക് മാറിയിട്ടില്ല, ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് മാറിയത്. സ്ക്യൂ വെച്ചിട്ട് നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. സെന്റർ പോർഷൻ എങ്ങോട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് മാറ്റം വരുത്തണമെങ്കിൽ അപ്പർ ലിമിറ്റ് മാറ്റം വരുത്താം. അപ്പർ ലിമിറ്റ് ഒരു 10 കൊടുത്തിരിക്കുക. കണ്ടോ, 10 കൊടുത്തപ്പോൾ 10 വന്നു. ഇതിൽ മാറ്റം കാണാത്തത് നമ്മുടെ ബോക്സിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യാത്തതാണ്. സെഗ്മെന്റ്സ് ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്താൽ നമുക്ക് മാറ്റം കാണാവുന്നതാണ്. കണ്ടോ, എത്ര സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്ന അനുസരിച്ച് മാറ്റം കിട്ടും. അത് സെന്റർ ഓപ്ഷൻ നമ്മൾ ഇനി മാറ്റം വരുത്താണെങ്കിൽ കേട്ടോ, സെന്റർ ഓപ്ഷൻ മാറ്റം വരുന്ന അനുസരിച്ച് ബെൻഡിൽ വ്യത്യാസം വരുന്നതാണ്. അതായത് നമ്മൾ സെന്റർ ഓപ്ഷൻ കേട്ടോ, ഏറ്റവും ശരിക്കും ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന സെന്റർ പോർഷൻ ഏറ്റവും അടിയിലായിരിക്കും. ആ സെന്റർ പോർഷൻ നമുക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്തുക. അപ്പോൾ അതിനനുസരിച്ചും ഷേപ്പിൽ മാറ്റം വരും. സെന്റർ ഓപ്ഷൻ നമുക്ക് മൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് ഈ സെന്റർ ഓപ്ഷൻ, അതായത് പിവറ്റ് എവിടെ നിന്ന് സ്ക്യൂ സ്റ്റാർട്ട് ചെയ്യണം ആ പോർഷൻ നമുക്ക് മൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് റൊട്ടേറ്റ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് മൂവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതായത് എവിടെ നിന്ന് ബെൻഡ് സ്റ്റാർട്ട് ചെയ്യണം, ബെൻഡ് അല്ല സോറി സ്ക്യൂ സ്റ്റാർട്ട് ചെയ്യണം, ആ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാൻ മാത്രം പറ്റും.
അപ്പൊ ആ മൂവ് ചെയ്യുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ഒറിജിനൽ ഷേപ്പിൽ കുറെ മാറ്റം കാണാം. ഇങ്ങനെ മാറ്റം വരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഓരോ ഷേപ്പ് വരച്ചതിന് ശേഷം ഇവിടെ ബോക്സ് ആണെങ്കിൽ ഈ ബോക്സ് ഏത് ഷേപ്പ് വരച്ചാലും അതിന് ലെങ്ത് വിടുത്ത് ഹൈറ്റ് സെഗ്മെന്റ്സ് ഒക്കെ മാക്സിമം സെഗ്മെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് നമുക്ക് സ്ക്യൂ മോഡിഫയറിനെ കുറിച്ച് പഠിക്കാറുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.